ഞാനും അല്ലും അങ്ങനെ മാഗ്നറ്റിക് ഹില്ലിലെത്തി. 11,121 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് കേട്ടോ ഈ ഭാഗത്ത്. ഇത് നമ്മൾ കാർഗിലിൽ നിന്ന് നിമ്മോ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഇവിടുത്തെ ചരിത്രമൊക്കെ അറിയണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. കുറേ കഥകളുണ്ട് ഇവിടുത്തെ. ആ വഴിയാണ് നമ്മൾ കയറി വന്നത് നിമ്മോന്ന്. മലകളാണ് കംപ്ലീറ്റ്. ഇനി നേരെ അങ്ങോട്ട് നമ്മൾ ലേയിലേക്ക് പോകും. ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ഇൻഡസ് റിവറിൻ്റെ മുകളിലുള്ള പയാങ്കർ ബ്രിഡ്ജാണ് കേട്ടത്. പയാങ്ക് എന്നാണ് എൻ്റെ പേര്. ഇത് ബിആർഒൻ്റെ ബ്രിഡ്ജ് തന്നെയാണ് കണ്ടത്. എല്ലാം അവരുടെ ഇങ്ങനത്തെ പരിപാടി തന്നെയാണ് എല്ലാം. ഇത് എത്തുന്നതിന് മുമ്പ് ഒരു ലേയുടെ ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. എൻട്രി ഫീ 20 രൂപയാണ് വണ്ടിക്ക് കേട്ടാ. അത് മാഗ്നറ്റിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ലേയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 13 കിലോമീറ്റർ ഉണ്ടാവും ലേക്ക്. ഇവിടെ തരിശായിട്ട് കിടക്കുന്നതാണ്. കുറേ എല്ലാം ആർമിയുടെ ഏരിയ ആണ് കംപ്ലീറ്റ്. അവരുടെ ക്യാമ്പുകളും ബിൽഡിങ്ങുകളും ഇതാ കാണുന്നതൊക്കെ ലേയിൽ പെടുന്നു തോന്നുന്നു. ഒരു എയർപോർട്ടുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് ഇരുട്ടായി വരുന്നുണ്ട്, നിഴലായി. അവിടെയൊക്കെ നല്ല ഒളിച്ചുണ്ട് ആ ഭാഗത്ത്. നല്ല തണുപ്പ് തോന്നിക്കണ്ട കേട്ടാ. രാത്രിയാകുമ്പോൾ തണുപ്പാവും. ഇതും ആർമിയുടെ ഏരിയ തന്നെയാണ് കണ്ട. 2 സൈഡും ആർമിയുടെ തന്നെയാണ്. കാരണം അന്ന് ഇവിടെയൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളാണല്ലോ. ഇവിടെ ഹോസ്പിറ്റല്, മസ്ജിദ്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അവരുടെയാണ് എല്ലാ സംഭവവും. റോഡൊക്കെ അടിപൊളി റോഡാണ്. ഒരു കുറ്റം പറയാനില്ല ഇവിടുത്തെ റോഡ്. എല്ലാ ആർമിയുടെ സംഭവങ്ങളാണ്. ഈ ഭാഗത്ത് അങ്ങനെ കടകളൊന്നും ഇല്ല കേട്ടാ. എല്ലാം ആർമിക്ക് വേണ്ടിയുള്ള സംഭവങ്ങളാണ്. വേറെ കടകളായിട്ടൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ലേ അടുക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. 2 സൈഡിലും ഓരോ പല പല ക്യാമ്പുകളാണ്. ഇതെല്ലാം ആർമിയുടെയെന്ന് തോന്നുന്നു. ആർമിക്കാർക്ക് പോകുന്നുണ്ട് ഇതിൽ. തണുപ്പ് കൂടി വരുന്നുണ്ട് എന്തായാലും. ലേയിലല്ലേ പിന്നെ തണുപ്പില്ലാതിരിക്കും. ഇപ്പോൾ നമ്മുടെ നിഴൽ ഫ്രണ്ടിൽ വന്നു. ഇതുകൊണ്ട് ഇതൊക്കെ ആർമിയുടെ സംഭവങ്ങളാണ്. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് കേട്ടോ. ലേ 9 കിലോമീറ്റർ, കർദൂങ്ങിൽ 51 കിലോമീറ്റർ, ബിസ്ക്കറ്റ് 127 കിലോമീറ്റർ. ഇതൊക്കെ ആർമിയുടെ തന്നെ ഉണ്ട് 2 സൈഡും. എന്താ എന്തുമാത്രം ഏരിയ ആണല്ലേ. ആവും. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി എയർപോർട്ടിൻ്റെ ഭാഗം കാണാം ആ റൈറ്റ് സൈഡിൽ. ഇത് നല്ല ഭംഗിയുള്ളത്. ആ മഞ്ഞുമല കണ്ട. കരതൂങ്കിലയുടെ ഭാഗം ഒരിക്കും ചിലപ്പോൾ അത്. ഇത് കൊള്ളാം. നല്ല വീതിയുള്ള റോഡ്. ഓ എന്താ വീതി നോക്കി. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ട്രക്കുകളൊക്കെ. ഇതൊക്കെ ആർമിയുടെ തന്നെ. ഇതിവിടെ ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നുണ്ടോ. റൈറ്റ് സൈഡിൽ ഒരു ഹെലികോപ്റ്റർ ആർമിയുടെ. ഇതൊക്കെ വാഹനം ഉപയോഗിച്ചായിരിക്കാം. ഇതൊരു മിഗാണ്, ഫൈറ്റർ. ഉള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ റോഡ് സൈഡ് കംപ്ലീറ്റ് ആർമിയുടെ തന്നെയാണ് കേട്ടോ. ഇതാണ് ഈ ഹോൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞൊരു മ്യൂസിയമാണ് ഈ വരുന്നത്. ഈ റൈറ്റ് സൈഡ് വെള്ളം കണ്ട ഹോൾ ഓഫ് ഫെയിം എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. കണ്ട കുറേ ടാങ്കറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് പുറത്ത് ഷോയിന്. ഉണ്ട്. ഇതൊരു മ്യൂസിയവും വാർ മെമ്മോറിയലൊക്കെ എല്ലാം കൂടിയുള്ളൊരു സംഭവമാണത്. മല കണ്ട മഞ്ഞ് മുടി കിടക്കണേ എൻ്റെ മുകളിലൊക്കെ. വാച്ച് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു റോഡ് കാണിക്കുന്നുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് തന്നെയാണ്. ഈ റൗണ്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ആണ്. ലെഫ്റ്റിലേക്ക് വേറെ വഴിയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിർത്തി നോക്കിയാൽ അറിയാൻ പറ്റും. എയർപോർട്ടിൻ്റെ മുതലാണ് കേട്ടോ. ഇതാണ് KBR എയർപോർട്ട് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള കൊമേഴ്ഷ്യൽ എയർപോർട്ടാണ്. 1682 അടി മുകളിലാണിത്. ഉണ്ട്. പിന്നെ എയർപോർട്ടാണ്. ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട് അവിടെ. ഇത് ഈ ബോർഡാണ് കേട്ടോ. കരതൂങ്ങിൽ 51, ചെങ്ങല 80, ഹണ്ടർ 127, മണാലി 475 കിലോമീറ്റർ. നമുക്ക് നേരെ തന്നെ ഇനി റൂമൊന്ന് തപ്പിയെടുക്കണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് ചെയ്യണം, ഫോട്ടോ ഒക്കെ മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതാണ് റൈറ്റിലേക്കാണ്.
KBR എയർപോർട്ടിൻ്റെ ഇതാണ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ ഫ്ലൈറ്റിലേക്ക്.